ബിസിനസ്സുകാരനായ അശ്വിന്റെയും സാധാരണക്കാരിയായ ശ്രുതിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ. പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. ഇപ്പോഴിതാ ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത്. നിരവധി പേരാണ് ദുഃഖം പങ്കുവെച്ചുകൊണ്ടും എത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിലൊന്നാണ് ഏതോ ജന്മകൽപ്പനയിൽ. ബിസിനസ്സുകാരനായ അശ്വിനാണ് നായകൻ. കൃഷ്ണഭക്തയും ശുഭാപ്തി വിശ്വാസക്കാരിയുമായ ശ്രുതിയാണ് പരമ്പരയിലെ നായിക. അശ്വിന്റെയും ശ്രുതിയുടെയും കഥ പറയുന്ന പരമ്പര വ്യത്യസ്തമായ കഥാഗതിയിലൂടെയായിരുന്നു ഇത്ര നാളും മുന്നോട്ടു പോയത്. എന്നാൽ കഥാഗതിയിലെ ചില വ്യത്യസ്തമായ മാറ്റങ്ങൾ കാരണം പരമ്പരയുടെ റേറ്റിംഗിനെ തന്നെ അത് ബാധിച്ചു. ഒടുവിൽ പരമ്പര മറ്റു പല സമയക്രമങ്ങളിലായി മാറുകയും ചെയ്തു. ഇത് പരമ്പരയുടെ റേറ്റിംഗിനെ തന്നെ വീണ്ടും ബാധിക്കുകയായിരുന്നു. എന്തൊക്കെയായാലും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് ഏതോ ജന്മകൽപ്പനയിൽ. എന്നാൽ ഇപ്പോൾ ഇത് ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ്. വെറും 400 എപ്പിസോഡുകൾ മാത്രം പൂർത്തിയാക്കിക്കൊണ്ട് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. നീ നാ കാതൽ എന്ന തമിഴ് സീരിയലിന്റെ മലയാളം വെർഷനാണ് ഏതോ ജന്മകൽപ്പനയിൽ. പരമ്പര വളരെ മികച്ച രീതിയിൽ തന്നെയാണ് തമിഴിലും മലയാളത്തിലും മുന്നോട്ടു പോകുന്നത്. ശ്രുതി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഐശ്വര്യയാണ്. നായകനായ അശ്വിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിശാൽ എന്ന നടനുമാണ്. അച്ചമ്മയുടെ വരവോടെ കഥാഗതിയിൽ വലിയ മാറ്റമുണ്ടാകും. ഇതോടെയാണ് പരമ്പര അവസാനിക്കാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ക്ലൈമാക്സ് എപ്പിസോഡ് അച്ചമ്മയെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും എന്നും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഇനി ഏതാനും എപ്പിസോഡുകൾ മാത്രമാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര പൂർത്തിയാക്കാനിരിക്കുന്നത്.